തിരുവനന്തപുരത്ത് നല്ലൊരു കിടിലം വില്ല പ്രോജക്റ്റാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ 2 വീടുകൾ നേരത്തെ തന്നെ നമ്മൾ വീഡിയോസിലൂടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇൻറ്റീരിയർ എല്ലാം ഫിനിഷായി റെഡി ടു ഓക്കുപൈ കണ്ടീഷനിലാണ് കാണിച്ചത്. അപ്പോൾ തന്നെ സെയിലാവുകയും ചെയ്തു കേട്ടോ. അന്ന് ആ വീട് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഇതിനകത്ത് പ്ലോട്ടുകൾ ചൂസ് ചെയ്ത് അതിനകത്തുള്ള വീടുകളുടെ പണിയാണ് ഇതേ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിനകത്തിന് വളരെ ചുരുക്കം ചില പ്ലോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം റെഡി ടു ഓക്കുപൈ കണ്ടീഷൻ എന്ന് പറയാൻ ഒരു 2 മാസത്തിൽ പണി തീരുന്ന ദേ ഒരു വീട് അവിടെയും ഉണ്ട്. അപ്പോൾ അവിടെ ആ ഒരു വീടുണ്ട്. ഈ സൈഡിലുള്ള പ്ലോട്ടുകൾ നമുക്കിനി വേക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ട്സ് ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു 5.5 സെൻറ്റ് പ്ലോട്ട്, അതായത് നമ്മുടെ എൻട്രൻസ് കയറുമ്പം തന്നെ ഈ കാണുന്ന ഒരു 5.5 സെൻറ്റ് പ്ലോട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഏകദേശം ഒരു 4.5 സെൻറ്റ് പ്ലോട്ടിൽ 1880 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ ബേസ്മെൻ്റ് ആയിട്ടുണ്ട്. ആ പ്ലോട്ടും സെയിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇനി അതല്ല, അവിടെ കാണുന്നത് ഒരു സെല്ലാർ ടൈപ്പിൽ വന്നിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് ഒരു 2-3 വീടുകൾ സെല്ലാർ ടൈപ്പിലാണ് ചെയ്തു വരുന്നത് കേട്ടോ. അത് ക്ലബ് ഹൗസിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അത് വരുമ്പോൾ ഏകദേശം 1750 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. ആ വീട് നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഏതാണെന്ന് നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. സൺ ഹോംസിൻ്റെ സ്പ്രിംഗ് ഹിൽസ് വില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം 18 വില്ലാസ് മാത്രം വരുന്ന അടിപൊളി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റാണ്. ഇതിനകത്ത് വീടുകളെല്ലാം തന്നെ ചെയ്യുന്നത് ഇതുപോലെ ഇഷ്ടികയിലാണ് നമുക്കിതിനകത്ത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് ആ കാര്യങ്ങൾ കൃത്യമായിട്ടും കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പല വില്ല പ്രോജക്ട്സും നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ അതിനകത്തുള്ള വർക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ ആ ഒരു വിഷയമില്ല. നമുക്കിത് പല സ്റ്റേഴ്സിലായിട്ട് വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നോക്കിയേ, ബേസ്മെൻറ്റ് തൊട്ട് പല സ്റ്റേഴ്സിലായിട്ടുള്ള വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നേരിൽ വന്ന് കാണാൻ സാധിക്കും. അതിനകത്തുള്ള വർക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ പല പ്ലോട്ടുകളും നമ്മളെ വീഡിയോസിലൂടെ തന്നെ പ്ലോട്ടുകളായിട്ട് തന്നെ കസ്റ്റമർ ബുക്ക് ചെയ്ത് അതിനകത്ത് വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന 2 പ്ലോട്ടുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനി അതല്ലാതെ ഈ സൈഡിൽ വേണമെങ്കിൽ ആ രീതിയിൽ ചൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും മേളിലൊക്കെ ആണെങ്കിൽ ഒരു 2 പ്ലോട്ടൊക്കെ ഒരു കസ്റ്റമർ ചൂസ് ചെയ്ത് ഏകദേശം 4000 സ്ക്വയർ ഫീറ്റിന് മേളിലുള്ളൊരു വില്ലയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന 2 വില്ലാസും നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ കൊടുത്തേക്കാം. പക്ഷേ അത് ഓൾറെഡി സെയിലായതാണ്. എന്നു വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് അകത്തേക്ക് ഏകദേശം 5 മീറ്റർ വിഡ്ത്തിലുള്ള ഇൻറ്റേർണൽ റോഡാണ് ഫോം ചെയ്യുന്നത്. നമുക്കിതിനകത്തുള്ള വില്ലാസിനൊന്നും മുൻവശത്ത് മതിലുണ്ടാകത്തില്ല കേട്ടോ. ബാക്കി 3 സൈഡ് മതിലുണ്ടാവും. ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻവശമൊക്കെ കണ്ടു കഴിഞ്ഞാലും വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. എങ്ങനെ വെച്ചാൽ നല്ലൊരു സ്പേസ് തന്നെ നിങ്ങൾക്കൊരു കോമൺ ഏരിയ ആയിട്ട് വരുന്നുണ്ടാവും. അൺഡിവൈഡഡ് ഷെയർ തന്നെ നല്ലൊരു സ്പേസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആ രീതിയിലൊരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ക്ലബ് ഹൗസ് വരുന്നത്. ഈ ക്ലബ് ഹൗസിനകത്ത് ജിമ്മ്, സോന ബാത്ത്, അതുപോലെ തന്നെ മേളിലായിട്ടൊരു പാർട്ടി ഹാള്, അങ്ങനെ തുടങ്ങിയ സൗകര്യങ്ങളും നമുക്ക് ഇതിനകത്തുള്ളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കുമായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു ക്ലബ് ഹൗസാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് അടുത്തൊരു വീട് ഏകദേശം 2 മാസത്തിൽ പണി തീരുന്ന രീതിയിലുള്ള ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത്. ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് നമുക്ക് എങ്ങനെയാ വെച്ചാൽ താഴെ ഒരു സെല്ലാർ പോർഷൻ, പിന്നീട് മേളിൽ നമ്മുടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ, ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമുക്ക് ഈ സൈഡിലൊരു 3 വീടുകൾ ഇതുപോലെ സെല്ലാർ വരുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യുക. അങ്ങനെ വെച്ചാൽ ഇവിടെ ഒരു കാർ പോർച്ച്, പിന്നെ അവിടെ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ വരാം. അപ്പോൾ ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും വർക്ക് തീർത്ത് അതിനകത്ത് ഇൻറ്റീരിയർ വേണമെങ്കിൽ ഇൻറ്റീരിയർ ചെയ്ത്, അല്ലെങ്കിൽ വിത്തൗട്ട് ഇൻറ്റീരിയർ ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കൈമാറുന്നുണ്ടാവും. താല്പര്യമുള്ളവർ നേരിട്ട് സൺ ഹോംസിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പ്രോജക്റ്റ് എന്തായാലും വന്ന് കാണുക. നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റിയും വർക്ക് ക്വാളിറ്റിയും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. സൺ ഹോംസിൻ്റെ നമ്മുടെ ഈ പ്രോജക്റ്റ് വരുന്നത് തിരുവനന്തപുരം വട്ടപ്പാറയിലാണ്. നിങ്ങൾ സിറ്റിയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വട്ടപ്പാറ ജംഗ്ഷൻ എന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇടത്തോട്ട് കുറ്റ്യാണിയൊക്കെ പോകുന്ന റോഡ് കാണാം. ആ റോഡ് ജസ്റ്റ് ഒരു 50-60 മീറ്റർ വരുമ്പം തന്നെ ഇടത്തോട്ട് സ്പ്രിംഗ് ഹിൽ വില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കും. ആ റോഡ് നമ്മൾ കുറച്ച് ദൂരം കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് ഈ കാണുന്ന പോലെ കാണാൻ സാധിക്കും.